കുവൈറ്റ് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾ ഒഴിവാക്കി ലോക കേരള സഭയുടെ 4ാം സമ്മേളനം വൈകിട്ട് തിരുവനന്തപുരത്ത് ആരംഭിക്കും. ഇന്നും നാളെയുമായി നിയമസഭാ മന്ദിരത്തിലാണ് സഭ നടക്കുക. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം നിർവഹിക്കുക. വിഷ്ണു കരുണാകരൻ ചേരുന്നു. വിഷ്ണു, സ്വാഭാവികമായിട്ടും ഈ ദുരന്തത്തിൽ മരിച്ചവരെ ഓർത്ത് ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കുകയായിരിക്കും ആദ്യത്തെ പ്രധാനപ്പെട്ട കടമ എന്ന് കരുതുന്നു. എന്തൊക്കെയാണ് ലോക കേരള സഭയിൽ ഇന്നും നാളെയുമായി നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ? തീർച്ചയായിട്ടും മനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ ഒരു ദുരന്തത്തിൽ നിന്ന്, ആ നടുക്കത്തിൽ നിന്ന് വിട്ടുമാറാത്ത ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ലോക കേരള സഭ ഇപ്പോഴും നടക്കുന്നത്. ഈ പരിപാടി ഒഴിവാക്കാനുള്ള പരമാവധി ശ്രമം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. എന്നാൽ പ്രതിനിധികളടക്കം നിരവധി പേർ ഇതിനായി തയ്യാറായി വന്നതുകൊണ്ട് മാത്രമാണ് ഈ പരിപാടി നടത്തുന്നതെന്ന് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു വിശദീകരണം ഉണ്ടായിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം വലിയ ആഘോഷ പരിപാടികളോടെയായിരുന്നു ഈ ലോക കേരള സഭ ആരംഭിക്കേണ്ടിയിരുന്നത്. എന്നാൽ ഈ കുവൈത്തിലുണ്ടായ ഈ അപകടത്തെ തുടർന്നാണ് അത് ഒഴിവാക്കി ആഘോഷ പരിപാടികളും അലങ്കാര ലൈറ്റുകളെല്ലാം ഒഴിവാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ സാഹചര്യത്തിലാണ് ഇന്നും നാളെയുമായി പരിപാടി വെട്ടിച്ചുരുക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് രാവിലെ 10 മണിക്കാണ് ഈ പരിപാടി ആരംഭിക്കേണ്ടിയിരുന്നത്. മുഖ്യമന്ത്രി നിയമസഭയിലെ ഹാളിനുള്ളിലാണ് ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഈ കുവൈത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ എത്തിക്കേണ്ട ഒരു ചുമതല, അത് ഏറ്റുവാങ്ങേണ്ട ചുമതല മുഖ്യമന്ത്രിക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം കൊച്ചിയിലേക്ക് മടങ്ങിയത് കൊണ്ടാണ് ഇന്ന് വൈകിട്ട് 3 മണിയിലേക്ക് ഈ പരിപാടി മാറ്റിയത്. ഏതായാലും 3 മണി ഉദ്ഘാടനത്തിന് ശേഷം തന്നെ ലോക കേരള സഭയുടെ വിഷയാധിഷ്ഠിത സമ്മേളനങ്ങളും മേഖലാ സമ്മേളനങ്ങളും ഒക്കെ നടക്കും. രാത്രി ഭക്ഷണത്തിന് ശേഷവും സമ്മേളനം തുടരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഈ സഭയ്ക്കുള്ളിൽ പരിപാടി നിയമസഭാ സമ്മേളനത്തിനിടയ്ക്കാണ് ഈ ദിവസങ്ങൾ മാറ്റിവെച്ച് ഇന്നത്തെ പരിപാടി നടക്കുന്നത്. ഏതായാലും മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും ലോകത്തെ പലയിടങ്ങളിൽ നിന്നുള്ള പ്രവാസി കേരളീയരുടെ കൂട്ടായ്മയും സഹകരണവും ഒക്കെ സാധ്യമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഈ പരിപാടി നടക്കുന്നത്. ഏതായാലും അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ തന്നെയാണ് പരിപാടി പുരോഗമിക്കുന്നത്. നാടിന്റെ വികസനത്തിന് പുരോഗതിക്കുമായി ഉള്ള പ്രവാസികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക, അവരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനും പരിഹരിക്കുന്നതിനുമായുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുക തുടങ്ങിയ വിപുലമായ ലക്ഷ്യങ്ങളാണ് ഈ പരിപാടിയിലുള്ളത്. ഏതായാലും ഈ ഒരു ഘട്ടത്തിൽ പല പ്രതിനിധികളും എത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ മരിച്ചുപോയ ഈ പ്രവാസികളൊക്കെയും ആലോചിച്ച് ഒരു അനുശോചനം അറിയിക്കുന്ന ഒരു ദിവസം തന്നെയാണെന്ന്, അത്തരത്തിലുള്ള ഒരു തുടക്കം തന്നെയായിരിക്കും ഈ പരിപാടിയിൽ ഉണ്ടാവുക. അതിനുശേഷം പല ചർച്ചകളുണ്ട്, മേഖലാ ചർച്ചകളുണ്ട്. ഏതായാലും ഇന്നും നാളെയുമായി ഈ പരിപാടി അവസാനിക്കും എന്നുള്ളൊരു ഘട്ടത്തിലേക്കാണ് എല്ലാം കടന്നിരിക്കുന്നത്. ധനേഷ്.